എടവിലങ്ങ് ബഹദൂർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിജയവസന്തം ആഘോഷിച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് പരിധിയിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയവർക്കും സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ബഹദൂർ സ്മാരക ഗ്രാമീണ വായനശാലയിൽ പഠിച്ച് മിടുക്കരായ PSCയിൽ അവർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സ്ഥാപിച്ച 6 പേരുണ്ട്. ഒരാൾ സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്ക് വരികയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് സാധാരണ അന്തരീക്ഷത്തിലുള്ള ജോയൽ ഉൾപ്പെടെ മറ്റ് 5 പേർ ക്ലറിക്കൽ വേറെ വില്ലേജ് അസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ ബന്ധപ്പെട്ട മാർക്കുകളൊക്കെ വരികയാണ്. നമ്മുടെ തൊട്ടടുത്ത ഒരു സാംസ്കാരിക സ്ഥാപനം വായനശാല എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ നല്ല ഉദാഹരണമായി ബഹദൂർ സ്മാരക ഗ്രാമീണശാല മാറുന്നതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഈ ഗ്രാമീണശാലയുടെ പേര് ശ്രീ ബഹദൂർ എന്നിടുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു സാംസ്കാരിക പശ്ചാത്തലം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഹാസ്യ സാമ്രാട്ട് എന്ന് പറയാവുന്ന, അല്ലേ, ഏറ്റവും ഗംഭീരനായിട്ടുള്ള ഒരു അഭിനേതാവ് കുഞ്ഞാലു എന്ന് സിനിമാ ഫീൽഡിലുള്ള എല്ലാ ആളുകളും വിളിക്കുന്ന പേര്, നമ്മുടെ നാട്ടിൽ ജനിച്ച ആള്, കാരക്കാരനായിരുന്നു. അപ്പോൾ കാര, എടവലം, കൊടുങ്ങല്ലൂർ എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ ഒരു സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച പ്രിയപ്പെട്ട ബഹദൂർക്കയുടെ പേരിലാണ് ആ സ്ഥാപനം എന്നുള്ളത് നമ്മുടെ ഏറ്റവും അഭിമാനകരമായ സംഗതിയായിട്ട് മാറുകയാണ്. എനിക്ക് ഇതിലൊരു ചെറിയ ദുഃഖം മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യവും എല്ലാം ഈ പ്രാവശ്യവും തുടർച്ചയായിട്ട് വീണ്ടും ആവർത്തിച്ച് ഞാനതിൽ വലിയൊരു സംഖ്യ, ചെറിയ സംഖ്യയല്ല, വലിയൊരു സംഖ്യ അദ്ദേഹത്തിന്റെ സ്മാരകമായി ഉയർത്താവുന്ന രീതിയിലുള്ള ഒരു കെട്ടിടം പണിയാനുള്ളത് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. സംഖ്യയുണ്ട്, നല്ല സാമ്പത്തിക പ്രയാസത്തിൽ സംഖ്യയുണ്ട്. പക്ഷെ യുവകവി കണ്ണൻ സിദ്ധാർത്ഥ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വായനശാല പ്രസിഡന്റ് MR കൈലാസൻ, ട്രഷറർ ബെന്നി കാവാലങ്കുഴി, വായനശാല സെക്രട്ടറി EF ബെന്നി, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ബഹദൂറിന്റെ സഹോദരി ആരിഫ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരൂചാലിൽ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS ഹസ്ഫൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹിന ജലീൽ, ബിന്ദു രാധാകൃഷ്ണൻ, ജോസ്മി ടൈറ്റസ്, സുബി പ്രമോദ്, സുരഭി സുമൻ, KK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വായനശാല ഭാരവാഹികളായ സോമൻ തലാശ്ശേരി, KV വിനീഷ്, EF പ്രിൻസ്, രമേഷ് ബാബു, പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി.